അമേരിക്കയ്ക്ക് ഉത്തര കൊറിയയുടെ വക പുതിയ ഭീഷണി ഒരുങ്ങുകയാണ്. വൻതോതിലുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് ഉത്തര കൊറിയ. പെന്റഗണിന്റെ കോണ്ടിനെന്റൽ പ്രതിരോധത്തിന്റെ ഉന്നത കമാൻഡർ ഇതുമായി ബന്ധപ്പെട്ട് സെനറ്റിൽ രേഖാമൂലം ഒരു സാക്ഷ്യപത്രം നൽകിയിട്ടുണ്ട്. ആ സാക്ഷ്യപത്രത്തിൽ നിന്നാണ് ഉത്തര കൊറിയയിൽ നിന്നും ഇത്തരമൊരു മുന്നറിയിപ്പ് ലോകത്തിന് ലഭിക്കുന്നത്. സത്യത്തിൽ ഉത്തര കൊറിയയുടെ ഈ നീക്കത്തിൽ ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് അമേരിക്കയാണ്. പെന്റഗൺ വക്താവ് അറിയിച്ചിരിക്കുന്നതനുസരിച്ച് ഈ മിസൈലുകൾ അമേരിക്കയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ളത് തന്നെയാണ്. ഉത്തര കൊറിയയിലെ കിം ജോങ് ഉന്നിന്റെ ഭരണകൂടത്തിന് വടക്കേ അമേരിക്കയിൽ ഉടനീളമുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഒരു ആണവ മിസൈൽ തൊടുത്തുവിടാൻ ഇതിലൂടെ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമമായ ഫസ്റ്റ് പോസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടത്. അമേരിക്കയ്ക്ക് നേരെ വന്നു വീഴാൻ കെൽപ്പുള്ള ഒരു മിസൈൽ ഉത്തര കൊറിയയിൽ ഒരുങ്ങുന്നതിൽ കാര്യമായ ഭീതിയിലാണ് അമേരിക്ക എന്നാണ് പെന്റഗൺ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഉത്തര കൊറിയയിൽ നിന്ന് പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ അത് കാര്യമായ പ്രത്യാഘാതങ്ങൾ തന്നെ അമേരിക്കയ്ക്കുണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പഴയ മോഡലുകളെക്കാൾ വേഗത്തിൽ വിന്യസിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഉത്തര കൊറിയയുടെ ഹ്വാസോങ് 19 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം നടന്നത്. പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണത്തിലൂടെ കിം പല ലക്ഷ്യങ്ങളും മുന്നോട്ട് കാണുന്നുണ്ട്. തങ്ങളുടെ തന്ത്രപരമായ ആയുധ പരീക്ഷണങ്ങളെ ഗവേഷണ വികസനത്തിൽ നിന്ന് സീരിയൽ ഉൽപാദനത്തിലേക്കും ഫീൽഡിംഗിലേക്കും മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണിതെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഉത്തര കൊറിയ ഇത്തരത്തിൽ അവരുടെ ആയുധ സന്നാഹങ്ങൾക്ക് മൂർച്ച കൂട്ടുമ്പോൾ തങ്ങളുടെ മിസൈൽ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. അതിന്റെ ഭാഗമായി ഇരുമ്പ് ഡോം ശൈലിയിലുള്ള ഒരു പ്രതിരോധ സംവിധാനം നിർമ്മിച്ചുകൊണ്ട് പെട്ടെന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തിന് സംരക്ഷണം ഒരുക്കാനാണ് ട്രംപ് പദ്ധതിയിടുന്നത്. പുതിയ മിസൈൽ ട്രാക്കിംഗ്, ഇന്റർസെപ്ഷൻ സംവിധാനങ്ങളും മിസൈലുകളും വിക്ഷേപിക്കുന്നതിന് മുൻപ് അവയെ പരാജയപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യ, ഉൽപാദനം, വിന്യാസം എന്നിവ ത്വരിതപ്പെടുത്തൽ തുടങ്ങിയ യുദ്ധതന്ത്രങ്ങളുടെ മൂർച്ച കൂട്ടുന്നതിനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് കഴിഞ്ഞ മാസമാണ് ട്രംപ് പെന്റഗണിന് നൽകിയത്. ഉത്തര കൊറിയയിൽ നിന്നുള്ള പരിമിതമായ ആക്രമണത്തെ ചെറുക്കുന്നതിനായി പല പദ്ധതികളും അമേരിക്ക രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അലാസ്കയിലെ ഫോർട്ട് ഗ്രീലിയിലും കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിലും 40ലധികം ഗ്രൗണ്ട് അധിഷ്ഠിത ഇന്റർസെപ്റ്ററുകൾ അമേരിക്ക പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇവ പ്രധാനമായും അമേരിക്കയിൽ നിന്നുള്ള പരിമിതമായ ആക്രമണങ്ങളെ ഉത്തര കൊറിയയുമായി ഒരു സമാധാന ബന്ധത്തിന് തുടക്കം കുറിക്കാൻ പ്രസിഡന്റ് ട്രംപ് ആവുന്നതും ശ്രമിച്ചിരുന്നു. പക്ഷേ പണ്ട് മുതൽക്ക് തന്നെ അമേരിക്കൻ നയങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത ഉത്തര കൊറിയ അത്ര കണ്ടങ്ങ് അമേരിക്കയുടെ വലയിൽ വീഴാൻ താല്പര്യം കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പലതവണയായി അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ പരോക്ഷമായി നൽകിയിട്ടുമുണ്ട്. തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് അമേരിക്ക ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്ന ആരോപണം ഉത്തര കൊറിയ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. കൊറിയൻ ഉപദ്വീപിൽ ഒരു അമേരിക്കൻ ആണവ അന്തർവാഹിനിയുടെ സാന്നിധ്യം കണ്ടതിൽ ഉത്തര കൊറിയ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏറ്റുമുട്ടലിനുള്ള അമേരിക്കയുടെ മാറ്റമില്ലാത്ത ഭ്രാന്തിന്റെ വ്യക്തമായ പ്രകടനമാണ് ഇതെന്നാണ് സംഭവത്തെക്കുറിച്ച് ഉത്തര കൊറിയൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരുന്നത്. കൊറിയൻ ഉപദ്വീപിന് ചുറ്റുമുള്ള മേഖലയിൽ രൂക്ഷമായ സൈനിക ഏറ്റുമുട്ടൽ നടന്നിരുന്നു. അമേരിക്കയുടെ ഈ സൈനിക നടപടി ഒരു യഥാർത്ഥ സായുധ സേനാ സംഘടനത്തിലേക്ക് നയിക്കുന്നതായും അതിൽ തങ്ങൾക്ക് കടുത്ത ആശങ്കയുണ്ടെന്നും ഉത്തര കൊറിയൻ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമേരിക്ക അധികാരത്തിലൂടെ നേടിയെടുത്ത ആധിപത്യത്തിൽ അന്ധമായി വിശ്വസിക്കുന്ന ഒരു ആധിപത്യ സ്ഥാപനമാണെന്നാണ് മന്ത്രാലയം ആരോപിച്ചത്. കൂടാതെ പ്രകോപനമുണ്ടാക്കുന്നവരെ ശിക്ഷിക്കാനുള്ള നിയമപരമായ അവകാശം ഉത്തര കൊറിയ ഒരു മടിയും കൂടാതെ ഉപയോഗിക്കുമെന്നും അമേരിക്കയ്ക്ക് ഉത്തര കൊറിയ താക്കീത് നൽകുന്നു. അധികാരത്തിലേറിയതിനു ശേഷം ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് താല്പര്യമുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനോട് അനുകൂലമായൊരു നിലപാട് ഉത്തര കൊറിയ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. എന്തായാലും ദക്ഷിണ കൊറിയയുമായി ചേർന്നുള്ള അമേരിക്കയുടെ പല നടപടികളും നിലവിൽ ഉത്തര കൊറിയയെ നന്നായി ചൊടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും മറ്റു ശത്രു രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഉത്തര കൊറിയയുടെ ശക്തമായ താക്കീത് തന്നെയാണ് ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം.